തിരുവനന്തപുരം കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ മഴക്കെടുതിയിൽ ദുരിതമനുഭവിക്കുന്ന സാധാരണക്കാർക്ക് വേണ്ടി, പ്രത്യേകിച്ചും പത്തനംതിട്ട ജില്ലയിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലെ സാധാരണക്കാർക്ക് വേണ്ടി അവരുടെ ആവശ്യം കണ്ടറിഞ്ഞ് അവരെ സഹായിക്കുന്നതിന് വേണ്ടി ഒറ്റ ദിവസം കൊണ്ട് കളക്ട് ചെയ്ത സാധനങ്ങൾ കയറ്റിക്കൊണ്ടിരിക്കുന്നതാണ്. 3 ലോഡ് സാധനങ്ങളാണ് ഇന്ന് ഇവിടെ നിന്ന് പുറപ്പെടുന്നത്. ഡെപ്യൂട്ടി മേയർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും അത്യാവശ്യമുള്ള സാധനം എന്ന് പറയുന്നത് കുടിവെള്ളമാണ്. ഇപ്പോൾ നമുക്ക് പിന്നിൽ കാണാം, ഇവിടെ കുടിവെള്ളമാണ് ഏറ്റവും കൂടുതലായിട്ട് കൊണ്ടുപോകുന്നത്. അവർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സാധനം എന്ന് പറയുന്നത് കുടിവെള്ളം തന്നെയാണ്. ആ കുടിവെള്ളം കൊണ്ടുപോകുന്നതാണ് കാണുന്നത്. ഇവിടെയുള്ള ജോലിക്കാരൊക്കെ വളരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നു. ഡെപ്യൂട്ടി മേയർ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, നമ്മൾ ഇതിനകത്ത് പല സംഘടനകളും ഇന്ന് ഒരു ദിവസം കൊണ്ട് തീർക്കാൻ പോകുന്നത്, പല സംഘടനകളും പിന്നെയും തയ്യാറായി മുന്നോട്ട് വരുന്ന ഒരു കാഴ്ചയാണുള്ളത്. അതനുസരിച്ച് തന്നെയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഈ ഒട്ടനവധി സംഘടനകൾ ഇപ്പോഴും കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിന് ശേഷം ഡെപ്യൂട്ടി മേയർ പറഞ്ഞതനുസരിച്ച് അവരുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ എല്ലാ സ്ഥലങ്ങളിലും എത്തിച്ചതിന് ശേഷം പല സംഘടനകളും ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഈ സാധനങ്ങൾ എത്തിക്കുന്നതിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കിട്ടിയ അറിവെന്ന് പറയുന്നത് ഒരു 10:30-11 മണിയൊക്കെ കഴിയുമ്പോൾ തന്നെ വേറെ നമ്മുടെ തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട സംഘടനകൾ അവരുടെ ഇങ്ങനെയുള്ള അത്തരം അവശ്യ സാധനങ്ങളുമായി ഇവിടെ എത്തുമെന്ന് പറയുന്നുണ്ട്. മാത്രമല്ല ഇവിടെ ഇവിടുത്തെ തൊഴിലാളികളെല്ലാവരും ഇവിടുത്തെ ഉദ്യോഗസ്ഥരെല്ലാവരും വളരെ ആത്മാർത്ഥതയായി പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് കുടിവെള്ളമാണ് എന്ന രീതിയിലാണ് പറയുന്നത്. ചേട്ടാ, കുടിവെള്ളം ഇവിടെ നിറയുണ്ട് അല്ലേ? ഇവിടെ കുടിവെള്ളം ഒരുപാട് ഇല്ല. കുടിവെള്ളം ഇവിടെ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. ആദ്യത്തെ ഒരു ലോഡ് പോയി കഴിഞ്ഞു. വളരെ ആത്മാർത്ഥമായി തന്നെയാണ് നമുക്ക് കാണാം. ഒരു രാവിലെ മുതൽ ഇന്നലെയൊക്കെ ഇവിടെ കിട്ടിയ സാധനങ്ങൾ യഥാക്രമം അടുക്കി വെക്കുകയും അതുപോലെ തന്നെ വണ്ടികൾ കയറ്റുകയും ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഏർപ്പെടുന്നവരാണ്. ഇത് 3ാമത്തെ ലോഡ് അല്ലേ? ഇത് 3ാമത്തെ ലോഡാണ് സാറേ. ഇത് പത്തനംതിട്ടയിലെ വിവിധ ഭാഗങ്ങളിൽ, അതാണ് സാധാരണക്കാർക്ക് ഏറ്റവും ആവശ്യം. ഈ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള സാധനം എന്ന് പറയുന്നത് കുടിവെള്ളമാണ്. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സുമനസ്സുകൾ സഹായിക്കുന്നത്. ആ കുടിവെള്ളം കൃത്യമായി എത്തിക്കുന്നുണ്ട്. ഇന്നലെ മുതൽ തന്നെ നിങ്ങൾ പ്രവർത്തനത്തിൽ ഏർപ്പെടുകയാണ്. ഇത് 3ാമത്തെ ലോഡാണ്. കുടിവെള്ളമാണ് ഇതിനകത്ത് കയറ്റുന്നത്. കുടിവെള്ളമുണ്ട്. ഇനി അടുത്ത വേറെ മറ്റുള്ള സാധനങ്ങളുണ്ട്. കുടിവെള്ളം ഫുള്ളാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ മറ്റുള്ള സാധനങ്ങൾ. അത്തരത്തിലുള്ള ഒരു വളരെ ക്രിയാത്മകമായിട്ടുള്ള ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സാധനങ്ങൾ എത്തിക്കുക എന്നൊരു പ്രധാനപ്പെട്ട കർത്തവ്യം ഏറ്റെടുത്തുകൊണ്ടാണ് ഇവിടെ കോർപ്പറേഷൻ പ്രവർത്തിക്കുന്നത്. ഇവിടെ കോർപ്പറേഷന്റെ തൊഴിലാളികൾ കൈമൈ മറന്ന് ഈ സാധാരണക്കാരെ സഹായിക്കാനുള്ള മലയാളിയുടെ ഒരു മനസ്സ് ഇവിടെ പ്രകടമാവുകയാണ്. എല്ലാ പ്രളയകാലത്തും ഉണ്ടാകുന്നത് പോലെ ഇവിടെ ചോദിക്കാതെ തന്നെ കൊടുക്കുന്നു. ഇവിടെ ആവശ്യപ്പെടാതെ തന്നെ സാധാരണ പ്രളയ ദുരിതബാധിത പ്രദേശങ്ങളിൽ അവിടെയുള്ളവർ സഹായം അഭ്യർത്ഥിക്കുന്ന സമയത്ത് എത്തിക്കുന്നതിനേക്കാൾ ഇവിടെ ചോദിക്കുന്നതിന് മുൻപേ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ സാധനങ്ങൾ എത്തിക്കുകയാണ്. നമുക്ക് കാണാം, കുടിവെള്ളം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള കുടിവെള്ളം ഇവിടെ എത്തിക്കുന്നു. ഈ കുടിവെള്ളങ്ങളുടെ പാക്കറ്റ് നിർത്തിയതിനു ശേഷം ബിസ്ക്കറ്റും റസ്കും വസ്ത്രങ്ങളും ബെഡ്ഷീറ്റ് ഇങ്ങനെയുള്ള സാധനങ്ങളാണ് അടുത്തെത്തിക്കുന്നത്. നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, ഒരുപാട് സന്നദ്ധ സംഘടനകൾ ഇതുമായി മുന്നോട്ട് വരുന്നുണ്ട്. ഇനിയും ഇത് തുടരുക തന്നെ ചെയ്യും. ഇത് കാണുന്ന ആർക്കെങ്കിലും ഇനിയും സഹായങ്ങൾ എത്തിക്കണമെന്നുള്ള ആഗ്രഹമുള്ളവർക്ക്, സഹായങ്ങൾ എത്തിക്കാൻ സുമനസ്സുകൾ ഉള്ളവർക്ക്, അവർക്ക് സാധനങ്ങൾ ഇവിടെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ കൃത്യമായും സാധനങ്ങൾ എത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകും. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. സാധാരണക്കാരൻ്റെ കണ്ണുനീരൊപ്പുന്നതിന്, ദുരിതം അനുഭവിക്കുന്ന മലയാളികളുടെ അവർക്ക് ആശ്വാസമാകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷൻ മുൻപന്തിയിൽ നിന്നുകൊണ്ട് ചെയ്യുന്നു എന്നതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. നമ്മളിന്ന് തിരുവനന്തപുരം നഗരസഭയിൽ നിന്ന് ഇന്നലെ തുടങ്ങിയ കളക്ഷൻ ക്യാമ്പ് നമ്മൾ ഇന്ന് റാന്നി തിരുവല്ല പ്രദേശത്തേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത നിരവധിയായിട്ടുള്ള ആളുകളുടെ സഹായം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഏകദേശം 3 ലോഡോടും നമുക്ക് കളക്ട് ചെയ്യാൻ സാധിച്ചു. ഇന്നിപ്പോൾ രാവിലെ 2 ലോഡാണ് നമ്മൾ ഇവിടെ നിന്ന് പോകുന്നത് റാന്നി തിരുവല്ല പ്രദേശത്ത്. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം ബാക്കി ലോഡുകൾ കൂടി ഇവിടെ നിന്ന് കളക്ട് ചെയ്ത് പോകുന്നതായിരിക്കും. ഇതിൽ ഒരുപാട് പേര് സഹായിച്ചു. രാഷ്ട്രീയമോ മതമോ ജാതിയോ ഒന്നും തന്നെ നോക്കാതെ ദുരന്തമുഖത്തുള്ള സഹോദരങ്ങൾക്ക് ഒരു സഹായവും
ഉറപ്പായിട്ട് ഒരുപാട് സുമനസ്സുകൾ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അതിന് ഒരുപാട് നന്ദി. കൗൺസിലേഴ്സ് ഉണ്ട്, റെസിഡൻസ് അസോസിയേഷൻ്റെ ആളുകളുണ്ട്, വീട്ടമ്മമാരുണ്ട്, ഒരുപാട് പേരുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. കാരണം നമ്മൾ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്, നമ്മുടെ സഹോദരങ്ങൾ ഒരിക്കലും അവർക്കൊരു ആപത്ത് വരുമ്പോൾ നമ്മൾ ആരും അവരെ ഇട്ടിട്ട് പോവില്ല. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരേ മനസ്സോടുകൂടി അവരോടൊപ്പം ഉണ്ടാകും. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ആളുകൾ, നമ്മൾ ട്രിവാൻഡ്രം എന്ന് പറയുമ്പോൾ, നമ്മൾ തലസ്ഥാന നഗരി എന്ന് പറയുമ്പോൾ നമ്മുടെ വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ് അവരെയൊക്കെ തന്നെ അവരോടൊപ്പം നിൽക്കുക എന്നുള്ളത്. അത് നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. ഒരു ദിവസം കൊണ്ട് ശേഖരിച്ച അവശ്യ സാധനങ്ങളാണ് എത്തിക്കുന്നത്. ഇന്ന് ഒരൊറ്റ ദിവസത്തെ പ്രവർത്തനം കൊണ്ടാണ് 3 ലോഡോളം സാധനം എത്തിക്കാൻ സാധിച്ചത്. ഇതിനെ എങ്ങനെയാണ് ചേച്ചി കാണുന്നത്? ഞങ്ങൾ 2018 പ്രളയം നമ്മൾ കണ്ടതാണ്. അത് നമ്മുടെ നഗരസഭയും നമ്മളൊക്കെ തന്നെ എല്ലാവർക്കും ആ പ്രളയ സമയത്ത് എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്ന് കണ്ടുകൊണ്ട് എത്തിച്ചു. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ഒരു പ്രളയത്തിൽ പത്തനംതിട്ട റാന്നിയൊക്കെ ഒറ്റപ്പെട്ടു പോയൊരവസ്ഥയുണ്ടല്ലോ. അപ്പോൾ നമ്മൾ TV-യിൽ മാത്രം കാണുകയാണ്. അപ്പോൾ ആ സമയം മുതൽ തന്നെ നഗരസഭയിലെ എല്ലാ ജനപ്രതിനിധികളും ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പം മേയറും അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിച്ചു. ഡെപ്യൂട്ടി മേയറിന് സ്ഥാനമുണ്ട്, മേയറിൻ്റെ പദവി ഇരിക്കുകയാണ്. അപ്പം നമ്മളെല്ലാവരും കൂടി നഗരസഭ ഒത്തൊരുമിച്ചുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ചേർത്തുകൊണ്ട് ഒരു അറിയിപ്പ് കൊടുക്കുകയും അടുത്ത ദിവസം തന്നെ ഇന്നലെ തന്നെ എത്തിക്കേണ്ട എല്ലാ ജനപ്രതിനിധികളും രാഷ്ട്രീയ ഭേദമന്യേ, ഒരു BJP അങ്ങനെയില്ല, എല്ലാവരുടെയും ഇപ്പോൾ ഹരിച്ചേട്ടൻ കൂടെയുണ്ട്, അവരൊക്കെ തന്നെ എല്ലാവരും അവരാൽ കഴിയുന്ന സാധനങ്ങൾ അവരുടെ വാർഡുകളിൽ നിന്ന് എത്തിച്ച് തന്നു. അപ്പം ഒരു കൈത്താങ്ങ് എന്നുള്ളത് തന്നെയാണ്. സാധാരണ പ്രളയം അനുഭവിക്കുന്നവിടുത്തെ ദുരിതം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നേരിൽ കണ്ട് വൃത്തിയാക്കാനൊക്കെ പോയതാണ്. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് ആവശ്യമെന്ന് ഞങ്ങൾക്കറിയാം. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ കളക്ടറും തഹസീൽദാരും ഒക്കെ സെക്രട്ടറിയെ വിളിച്ച് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വേണമെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വാട്സപ്പിൽ കൂടി കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കളക്ഷൻ നടത്തുകയും അതിന് ആവശ്യത്തിൽ കൂടുതൽ സാധനങ്ങൾ എത്തുകയും ചെയ്തു. അപ്പോൾ ഇന്ന് 2 ലോഡാണ് ഇന്ന് ഇവിടെ നിന്ന് പോകുന്നത്. 3 ലോഡ് പോകുന്നുണ്ട്. വളരെ സന്തോഷത്തോടു കൂടിയാണ് അവരെ ഇനിയും അങ്ങനെ പ്രളയമൊന്നും ഉണ്ടാകാതെ ഇരിക്കട്ടെ എന്നുള്ള മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ വന്ന ദുരിതത്തിന് ഒരു ആശ്വാസം എന്ന നിലയിൽ നമ്മളെല്ലാവരും കൂടെ സഹകരിച്ച് കൊണ്ടുപോകുന്ന സന്തോഷം കൊണ്ട് സ്നേഹത്തിൻ്റെ ഒരു കൈത്താങ്ങായിട്ടാണ് നമ്മൾ കൊണ്ടുകൊടുക്കുന്നത്. ഇന്നത്തോട് നിർത്തുകയാണോ അതോ ഇനിയും തുടരുകയാണോ? അല്ല, നമുക്ക് ഒരുപാട് സംഘടനകൾ ചെയ്യുന്നുണ്ട്. നഗരത്തിൽ വേണം എന്നാവശ്യപ്പെടുകയാണെങ്കിൽ ഏത് നിമിഷവും ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. നമ്മുടെ ജനപ്രതിനിധികൾ എല്ലാവരും ഒത്തൊരുമിച്ച് കൊണ്ട് ചെയ്യാൻ തയ്യാറാണ്. ഇത് ഏത് ജില്ലയിലാണ്? പത്തനംതിട്ട, പിന്നെ ഇടുക്കിയിൽ പോകുന്നുണ്ട്, റാന്നിയിൽ കൂടുതലും പോകുന്നുണ്ട്. പത്തനംതിട്ടയിലെ 3 ഇടങ്ങളിലായിട്ടാണ് പോകുന്നത്. 2018 കേരളം ഒരു പ്രളയം കണ്ടതാണ്. അപ്പോൾ അന്നും കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നൊരു ഇതുണ്ടായി. ഈ ഒരു ഇന്നത്തെ ഒരു 3 ലോഡ് സാധനങ്ങളുമായിട്ടാണ് ഈ ഒരു സാഹചര്യത്തിൽ പത്തനംതിട്ട ജില്ലയിലേക്ക് കൊണ്ടുപോകുന്നത്. ഇതെങ്ങനെ ചേട്ടാ? അല്ല, ഇത് ഇപ്പോൾ UDF-നെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു നല്ല കാര്യം തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം തിരുവനന്തപുരം നഗരസഭ ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് 2018. ഇപ്പോഴും അത്തരം കാര്യം തന്നെയാണ് തുടരുന്നത്. ഇതിന് UDF-നെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായ നിലപാടാണ്. ഇതിൽ ജാതി മത ഭേദമന്യേ, രാഷ്ട്രീയ ഭേദമന്യേ ഇത് അവിടുത്തെ പാവപ്പെട്ടവർക്ക്, വെള്ളത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് ദുരിതാശ്വാസം എത്തിക്കുക എന്നുള്ള തിരുവനന്തപുരം നഗരസഭയുടെയും തിരുവനന്തപുരം നിവാസികളുടെയും കടമയാണ്. അത് തീർച്ചയായും തിരുവനന്തപുരം നഗരസഭ അത് ഏറ്റെടുത്ത് ചെയ്യുന്നു. അതിനോടൊപ്പം ഞങ്ങൾ UDF-ഉം കോൺഗ്രസും ഉണ്ടാവും. 3 ലോഡ് സാധനങ്ങൾ, അവശ്യ സാധനങ്ങൾ ഇന്ന് എത്തിക്കുകയാണ്. ഒറ്റ ദിവസത്തെ കളക്ഷനാണ്. അപ്പം ഇനിയും പല ആളുകളും സന്നദ്ധമായിട്ട് ഇനി മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോവുകയാണോ അതോ നിർത്തുകയാണോ? നമ്മൾ കാരണം അവിടുത്തെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോകും. അങ്ങനെ ഇപ്പം നമ്മുടെ ആവശ്യപ്പെട്ട സാധനങ്ങളൊക്കെ തന്നെ നമ്മൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പല കൗൺസിലേഴ്സും റെസിഡൻസ് അസോസിയേഷൻ ആളുകളും 10 മണിക്ക് ശേഷം കൊണ്ടുവരാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ പലരും കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ കളക്ട് ചെയ്തിട്ട് നമുക്ക് ഉച്ചയ്ക്ക് ശേഷമുള്ള ലോഡിൽ കയറ്റി വിടും. അപ്പോൾ ഇനി ആവശ്യമുള്ളവർക്കൂടെ സാധനം എത്തിക്കാനുള്ള സൗകര്യമുണ്ട്. എത്തിക്കാം, തീർച്ചയായും. കാരണം ഇവിടെ കളക്ഷൻ സെൻ്റർ ഉണ്ട്. ഇപ്പം നമ്മൾ ഇന്നലെ കളക്ട് ചെയ്യുന്നത്, ഒറ്റ ദിവസം കളക്ട് ചെയ്ത് 3 ലോഡാണ് ഇന്ന് കയറ്റി വിടുന്നത്. ബാക്കി ഉച്ചയ്ക്ക് ശേഷം വരുന്നതിൽ സാധനം വരുന്ന അനുസരിച്ച് എവിടെയാണോ റിക്വയർമെൻറ്റ്സ് അവിടെ നമ്മൾ വിടുന്നതായിരിക്കും. ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചിട്ടുള്ളത് കുടിവെള്ളം തന്നെയാണ്. അപ്പോൾ കുടിവെള്ളമാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കളക്ട് ചെയ്യുന്നത്. പിന്നെ ഡ്രസ്സ് ചോദിക്കുന്നുണ്ട്. കാരണം പലർക്കും ഡ്രസ്സൊക്കെ നഷ്ടപ്പെട്ടത്. ഫുഡ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ റസ്ക്കും ബിസ്ക്കറ്റും മാത്രമേ കളക്ട് ചെയ്യുന്നുള്ളൂ. ബാക്കി ചിലത് ചീത്തയായി പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ ക്ലീനിങ്, അതായത്
വീട് വൃത്തിയാക്കുന്ന സാധനങ്ങളൊക്കെ തന്നെ ചോദിക്കുന്നത്. അപ്പോൾ അതൊക്കെ തന്നെ പിന്നെ ഇന്നലെ ഉള്ളൻ ബ്ലാങ്കറ്റും അതൊക്കെ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ബാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇത് തുടരാൻ വേണ്ടി ആളുകൾക്ക് സാധനം എത്തിക്കാൻ താല്പര്യം ആളുകൾ താല്പര്യം ഉള്ളവർക്ക് സാധനം എത്തിക്കാം. നമ്മൾ അത് കൃത്യമായിട്ട് ക്യാമ്പിൽ തന്നെ എത്തിക്കും. ഇവിടുത്തെ വ്യാപാരികളാണ് കുടപ്പനക്കുന്ന് വ്യാപാരി വ്യവസായി അവരെല്ലാം ഒരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. അവർ എത്രയും പെട്ടെന്ന് അവർ സംഘടിപ്പിച്ച് ഒരു ഉച്ച ഒരു 4 മണിക്ക് അത് പറഞ്ഞതേ ഉള്ളൂ. ഒരു വാക്ക് പറഞ്ഞതേ ഉള്ളൂ. അവർ ഉടനെ അത് എത്രയും പെട്ടെന്ന് അവർ സംഘടിപ്പിച്ചു. രാത്രി കൊണ്ടുള്ള കാര്യങ്ങളാണ് ഇത്രയും. ഒറ്റ രാത്രി കൊണ്ട് അപ്പോൾ ഇനി അവർ സഹായിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവരെ നിർദ്ദേശിക്കുന്നത് എനിക്ക് ആദ്യത്തെ ഒരു അനുഭവമാണ്. വലിയ സന്തോഷം, അഭിമാനമുണ്ട്.